നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അനാമികയും രേവതിയൊക്കെ ഒരുങ്ങി വേണുവിന്റെ അടുത്തേക്ക് വരുവാണ്. അച്ഛാ, നമുക്ക് ഇറങ്ങിയാലോ എന്ന് അനാമിക വെച്ചു. ഇറങ്ങിയേക്കാം. പിന്നെ ഒരു കാര്യം രണ്ടുപേരും മനസ്സിൽ വെച്ചോണം. നമ്മൾ തല്ലുകൊള്ളാൻ വേണ്ടിയാ പോകുന്നെന്നുള്ള കാര്യം ഓർമ്മ വേണം. അവര് വെറുതെ ഇരിക്കില്ല, അനന്തപുരിക്കാര്. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, പിന്നെ വേണുവേണ്ട തല്ലുകൊണ്ട് നല്ല ശീലമുണ്ടല്ലോ. അതെന്താടി അങ്ങനെ ഒരു പറച്ചില്? ഞാൻ മാത്രം തല്ലുകൊള്ളണമെന്നാണോ? അല്ല, പെണ്ണുങ്ങളെ തല്ലി അവിടെ ശീലമില്ല എന്ന് അനാമിക പറഞ്ഞു. ഇതൊക്കെ പറയും. ആ നന്ദു എന്ന് പറയുന്നവളെ എത്ര വട്ടം ഇവിടെ കയറി തല്ലിയിട്ടുണ്ട്. എടി, നിനക്കിട്ടും കിട്ടിയിട്ടില്ലേന്ന് ചോദിച്ചു. അതിന്റെ ചൂട് നീ മറന്നുപോയോ? ഇനിയിപ്പൊ അതൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഇത്ര നാളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഒന്നും പറയാൻ പറ്റില്ല, ഇന്നത്തെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ അറിയാലോ, അവിടെ ചെന്ന് കഴിയുമ്പം ചിലപ്പം രണ്ട് തല്ല് കിട്ടിയാലും അതൊക്കെ നിന്നങ്ങോടെ കൊണ്ടുപോകണം. അങ്ങനെ തല്ല് കിട്ടിയാലും നമ്മൾ പോയ കാര്യം നടക്കണം. നമുക്ക് പൈസയാണ് പ്രധാനം. ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ കടങ്ങളുണ്ട്. ആ കടങ്ങളൊക്കെ വീട്ടണമെങ്കിൽ ആ ഒരു പൈസ തന്നേ മതിയാവുള്ളൂ. തേച്ചാ, ആ നന്ദു എന്ന് പറയുന്നവൾക്ക് ഈ കല്യാണം മുടങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരിക്കുന്നേ. അതെന്തേലും ആയിക്കോട്ടെ മോളെ. പക്ഷെ അറിയാലോ, ബാക്കി കാര്യങ്ങളൊക്കെ ആ നവീൻ വക്കീലും ഒക്കെ അവിടെ കാണുമായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടും വേണം നമ്മൾ നിൽക്കാനായിട്ട്. ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ചുണ്ടാകാൻ പാടില്ല. രേവതി പറഞ്ഞു, അല്ല ഞാൻ വരണോ? അതെ, അങ്ങനെ ഒരാൾ മാത്രമായിട്ട് ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അമ്മയും വരണം എന്ന് അനാമിക പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്നേ വീണു പറഞ്ഞു. അതെ, എല്ലാവർക്കും കൂടെ പോവാം. കിട്ടാനുള്ളത് എന്താന്ന് വെച്ചാ എല്ലാവർക്കും കൂടെ വാങ്ങിയിട്ട് വരാം. അങ്ങനെ അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ തയ്യാറാവേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ മുന്നിൽ നമ്മൾ പിടിച്ചു നിന്നേ മതിയാവുള്ളൂ. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങുവാണ്. ഇതേ സമയത്ത് മുത്തശ്ശിനും ഒക്കെ എല്ലാവരും കൂടെ തിരുമേനിയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ തിരുമേനി എൻഗേജ്മെന്റിന് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, അതെ, തിരുമേനിക്കൊന്നും തോന്നരുത്, സമയമില്ലാത്തോണ്ടാ ഞാൻ വന്ന് തിരുമേനിയെ കാണാതിരുന്നേ. ഇടപെടിയെന്നുള്ള എൻഗേജ്മെന്റും കാര്യങ്ങളും ഒക്കെ അല്ലേ നടത്തുന്നതെന്ന് ചോദിച്ചു. തിരുമേനി പറഞ്ഞു, ഇതിനു മുമ്പ് അനിയുടെ വിവാഹം നടത്തുന്ന സമയത്ത് മൂർത്തി സാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അനിയുടെ വിവാഹ ജീവിതത്തില്. പക്ഷേങ്കില് അതൊക്കെ മറികടന്ന് കല്യാണം നടന്നു. ഒടുവിൽ എന്താ സംഭവിച്ചേ? അത് ശരിയാ. പിന്നെ ദേ മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ വസുന്ധര തിരുമേനിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നോ? അപ്പോഴേക്കും വസുന്ധര മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇടയ്ക്ക് ക്ഷേത്രത്തിൽ പോയ സമയത്ത് ഇദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ സമയം തിരുമേനി പറഞ്ഞു, അപ്പൊ ഞാൻ കാര്യകാരണ സഹിതം എല്ലാ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാ. കല്യാണത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന്. ആ സമയത്ത് അജയൻ പറഞ്ഞു, തിരുമേനി, എന്റെ മോനാണെങ്കിൽ ഈ കല്യാണത്തിന് തീരെ സമ്മതമല്ല. അവന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം പോലെ അവൻ ഇതിനെ കാണുന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം തിരുമേനി പറഞ്ഞു, അതുകൊണ്ടായിരിക്കാം കല്യാണത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ കാണുന്നത്. അല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന ആ പെൺകുട്ടിയായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളും നടത്തിയായിരുന്നു മൂർത്തി സാറെ? ഇല്ല, അതൊന്നും നടത്തിയില്ല. അതുകൊണ്ടാണല്ലോ ചെറിയ തോതിൽ ഈ നിശ്ചയം നടത്താൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ആൾക്കാരെയൊന്നും വിളിക്കാതെ. അങ്ങനെയാണല്ലേ? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനകയും നവ്യയും കൂടെ ഇറങ്ങി വന്നു. ആ സമയത്ത് ഗോവർദ്ധനും കൂടെ വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ദേ ഇനിയിപ്പൊ അനിയുടെ വിവാഹമൊക്കെ നടന്നു, ഇനിയിപ്പം നന്ദുവിന്റെ വിവാഹമാണ് നടക്കണ്ടേ. നല്ലൊരു പയ്യനെ കൊണ്ട് അവിടെ നമുക്ക് കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, അതെ, എനിക്കറിയാവുന്ന നേവി ജോലിയുള്ള ഒരു പയ്യനുണ്ട്, നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെയാ. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കത് ആലോചിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ അധികം താമസിപ്പിക്കണ്ട, ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. കനക പറഞ്ഞു, മൂർത്തി സാറ് കൊണ്ടിരുന്ന ആലോചന എന്താണെങ്കിലും ഒരിക്കലും നല്ലതല്ലാതാവില്ല, നല്ല ആലോചനയാന്നുള്ള കാര്യം അറിയാന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടിരിക്കുമ്പോ നവ്യയുടെ മുഖം ആകെപ്പാടെ വല്ലാതിരിക്കുകയാണ്. നവ്യക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ടായിരുന്നു. എന്റെ ഭഗവാനെ, ഈ കല്യാണം മുടക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് നിശ്ചയം മുടക്കാൻ, പക്ഷെ ഒന്നും അങ്ങോട്ട് ഏറ്റിട്ടില്ലാന്ന് തോന്നുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും നവ്യക്ക് അറിയണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു, അല്ല, പെണ്ണും ചെക്കനും എന്തി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കനക പറഞ്ഞു, ഇതേ പെണ്ണിനെ ഒരുക്കിയിട്ടും മതിയാവുന്നില്ല എന്ന് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്തിയും കുട്ടിക്കൊണ്ട് ജലജയും ദേവേനിയും അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. അവന്തിയെ അവിടെ കൊണ്ട് നിർത്തി. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുടുംബത്തിലുള്ള പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് സ്വഭാവം കാര്യങ്ങളൊക്കെ അറിയാലോ. ജലജ പറഞ്ഞു, എന്റെ മോളായതുകൊണ്ട് പറയല്ല, എന്താണെങ്കിലും ജാനകി, നിനക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞു. അനിയുടെ രണ്ടാം വിവാഹമല്ലേ, എന്നിട്ട് പോലും എന്റെ മോൾക്ക് അവനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. ജാനകി പറഞ്ഞു, അത് ശരിയാ. ദേവേന് പറഞ്ഞു, ഇനിയിപ്പൊ അമ്മായിമ്മ പോരൊന്നും ഉണ്ടാകത്തില്ലായിരിക്കുമല്ലോ അല്ലേ?
അതെ അമ്മായിമ്മ പോലെ ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അവന്തിക മോൾ എനിക്ക് മോളെപ്പോലെ തന്നെയാ എന്ന് ജാനകി പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ അമ്മായിമ്മ പോലെ ഒക്കെ ഉണ്ടാകുന്നേ? അല്ലേലും കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയല്ലേ അവന്തിക, അവളോട് ഞാൻ എന്തിനാ പോരെടുക്കണ്ടേ? നീ ഇപ്പൊ വേറെ ഏതെങ്കിലും അവൾമാരാ കയറി വന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായേനെന്ന് പറഞ്ഞു. അത് കനകേനെ നോക്കിയിട്ടാണ് പറഞ്ഞത്. കനകയ്ക്ക് മനസ്സിലായത് തന്നെ നന്ദുവിനെ കുറിച്ചാ പറഞ്ഞതെന്ന്. അപ്പോഴേക്കും നവ്യക്ക് നല്ല ദേഷ്യം വന്നു. നവ്യ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നയനയ്ക്കൊക്കെ ആണല്ലോ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതൊരു ചടങ്ങ് നടക്കുന്ന സ്ഥലമല്ലേ, അവിടെ വെച്ചൊന്നും പറയാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അവരാരും ഒന്നും മിണ്ടാനായിട്ടും പോയില്ല. ആ സമയം മുത്തശ്ശൻ ചോദിച്ചു, അല്ല എന്തിയാ അനി എന്തിയെ? അവൻ ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞു. അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അനിക്കാണ് ഈ കല്യാണത്തിനോ എൻഗേജ്മെന്റിനോ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായിരുന്നല്ലോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അനിയുടെ മുഖം ഇങ്ങനെ വീർന്നെ ഇരിക്കുകയാണ്. ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെയാണ്. അനി വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ജയൻ പറഞ്ഞു, എടാ അനി, ഇപ്പോഴും നിന്റെ മുഖം വീർത്ത് തന്നെയാണല്ലോ ഇരിക്കുന്നത്, ഒരു സന്തോഷമില്ലാത്ത പോലെ. മുത്തശ്ശി പറഞ്ഞു, എടാ മോതിരം കൈമാറ്റം കഴിഞ്ഞാൽ പിന്നെ ദേ അവന്തിക മോള് നിന്റേതാണ്, അറിയാലോ. പകുതി കല്യാണം കഴിയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി ഒന്നും മിണ്ടാതെ എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട, എൻഗേജ്മെന്റ് കഴിഞ്ഞോട്ടെ, അനി എന്റെ സ്വഭാവമൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് നവീന് മനസ്സിലിങ്ങനെ വിചാരിക്കുക, എത്രയും പെട്ടെന്ന് ഇതൊന്നും നടന്നാൽ മതിയായിരുന്നു, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. നന്ദുവിന്റെ പിന്നാലെയുള്ള ഇവന്റെ അങ്ങ് നടത്തം അങ്ങ് തീരൂല, ആ ഒരു ചിന്തയൊക്കെയായിരുന്നു നവീന്റെ മനസ്സിലാ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു, അല്ല ഇനിയിപ്പം മോന്റെ കല്യാണം എന്നാന്ന് ചോദിച്ചു. നവീൻ പറഞ്ഞു, അതിന് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും, അമ്മ സമ്മതിക്കണോന്ന് പറഞ്ഞു. ആ അതറിയാം, മോന്റെ മനസ്സിലുള്ള പെൺകുട്ടി ഇച്ചിരി തൻ്റെ ഇടം ഉള്ളവളാന്ന് തോന്നേ, അതുകൊണ്ടായിരിക്കും പത്മയ്ക്ക് സമ്മതമല്ലാത്ത. അതല്ല മുത്തശ്ശ കാര്യം, മുത്തശ്ശനറിയാലോ, പണ്ട് തൊട്ട് പോലീസുകാരെ ഒന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല, പിന്നെ തൻ്റെ ഇടം ഉള്ള പെണ്ണുങ്ങളെ ഇഷ്ടമില്ല, അതാണ് കാരണം എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണ് അല്പം തൻ്റെ ഇടം കാര്യങ്ങളൊക്കെ വേണമെന്ന് മുത്തശ്ശി പറഞ്ഞു. അത് ശരിയാ, പക്ഷേ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ദേവേനെ പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ പത്മത്തെ ഒന്ന് കാണട്ടെ, ഒന്ന് ഉപദേശിക്കുന്നുണ്ട്, എന്താണെങ്കിലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. നവീൻ പറഞ്ഞു, എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് ഇനി വീട്ടിൽ പറയണം, എല്ലാം ഒന്ന് ആർ തണുത്തോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഇരിക്കണേന്ന് പറഞ്ഞു. ആ സമയം ജലജ പറഞ്ഞു, അതൊക്കെ എൻ്റെ മരുമോള് തൻ്റെ ഇടത്തിന്റെ കാര്യത്തില് അവളെ കടത്തി വെട്ടാൻ ആരുമില്ല, ആര് പറയുന്ന അനുസരിക്കത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് നവിയെ കുറ്റപ്പെടുത്തുകയാണ്. അത് കേട്ടപ്പോൾ നവി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ഇനിയിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എന്താ ജലജ ഇത്, നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയമല്ലേ, ഇനിയിപ്പൊ താമസിക്കേണ്ട തിരുമേനി ചടങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തിക്കോളാൻ പറഞ്ഞു, പൂജകളൊക്കെ തുടങ്ങിക്കോളാൻ പറയാണ്. അങ്ങനെ തിരുമേനി പൂജകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതേ സമയത്ത് നന്ദു പോലീസ് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഡ്രൈവർ ചോദിച്ചു, എന്ത് പറ്റി നന്ദു മാഡം, ഇന്ന് വല്ലാതെ ഇരിക്കുവാണല്ലോ? ചില ദിവസം ഇങ്ങനെയൊക്കെയാ. അല്ല അച്ഛനും അമ്മയായിട്ട് എന്തും വഴക്കടിച്ചിട്ടാണോ പോന്നിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ചില ദിവസങ്ങൾ ചില സൗന്ദര്യപ്പണക്കളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും, പക്ഷെ ഇന്നിപ്പം അങ്ങനെയല്ല. പിന്നെ മാഡം, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ ഒരു മയക്കുമരുന്ന് റാക്കറ്റിനെയൊക്കെ പിടിക്കാനായിട്ട് പോകുന്നതൊക്കെ, പക്ഷെ ഇതുവരെ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതെ അങ്ങനെ അവരെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിന് വേണ്ടുന്ന പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണം, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ഹല്ല മാഡം, മാഡത്തിന്റെ മുഖം എന്താ ഇന്നും ഒത്തിരി വല്ലാതെ, കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതെ ഞാൻ പറഞ്ഞല്ലോ, ചില ദിവസം ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കും, ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റാതെ വരുമ്പോഴത്തേനും ഉണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നന്ദുവിന് അനിയയുടെ വിവാഹ നിശ്ചയത്തെ കുറിച്ചൊക്കെ അയാളോട് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം നന്ദു എല്ലാം ഉള്ളിൽ ഒതുക്കുവാണ്. ഈ സമയത്ത് തിരുമേനി പൂജകളൊക്കെ തുടങ്ങി. പക്ഷെ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തിരി അണയുവാണ്. അതെല്ലാവരും വല്ലാതെ ഞെട്ടിച്ചു, കാരണം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഒരു കാരണമില്ലാതെ തിരി ഒന്ന് അണഞ്ഞല്ലോ തിരുമേനി എന്ന് പറഞ്ഞു. അതെ, ഈ വിവാഹ നിശ്ചയം നടക്കുന്നതിനോട് ആർക്കൊക്കെയോ താല്പര്യം ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നബി മനസ്സിൽ പറഞ്ഞു, എനിക്ക് ഒട്ടും സമ്മതമല്ല, എൻ്റെ മനസ്സ് വേഗുക, എങ്ങനെയെങ്കിലും ഇത് മുടങ്ങിയാൽ മതിയായിരുന്നു. അപ്പോഴേക്കും ദേവേനി പെട്ടെന്ന് പോയിട്ട് ആ തിരി അങ്ങോട്ട് കൊളുത്തി. വീണ്ടും തിരുമേനി പൂജകളൊക്കെ തുടങ്ങുകയാണ്. പക്ഷെ എല്ലാവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അല്ലെങ്കിൽ തന്നെ തിരുമേനി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാ ഈ വിവാഹത്തിന് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന്. അതേ സമയത്താണ് പുറത്തൊരു കാറ് വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് രേവതിയും വേണു അനാമയും കൂടെ ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു, അറിയാലോ കാര്യങ്ങളൊക്കെ, ഞാൻ 2-3 ബനിയനകത്തിട്ടുണ്ടോ വന്നിരിക്കുന്നത്, ഇനിയിപ്പോൾ ഇടി കിട്ടിയാലും അധികം ഏശല്ലോ എന്ന് കരുതിയിട്ട്. രേവതി പറഞ്ഞു, അതെ വേണുവേട്ടൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതി,
പിന്നെ അറിയാലോ ഞങ്ങൾ സംസാരിക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വേണു പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല, സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുക തന്നെ ചെയ്യണം. പിന്നെ ഇവിടെ അധികം ആളൊന്നും കാണാൻ വഴിയില്ല, അവര് ചെറിയ തോതിലല്ലേ നടത്തുള്ളൂ. കാരണം അനാമികയായിട്ട് ഡിവോഴ്സും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ. അനാമിക പറഞ്ഞു തല്ല് കിട്ടുമോ വച്ചാ കിട്ടുന്നൊക്കെ മേടിച്ചണം, പിന്നെ എല്ലാം നല്ലതിന് വേണ്ടിട്ടാന്ന് കരുതണം. കിട്ടിയാലും മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിച്ചാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. ആ ഒരു ഓർമ്മ വേണം. അവരിത്ര ഇടപെടിയുന്ന കല്യാണം നടത്തുന്നത് എന്തുകൊണ്ടാന്ന് അറിയാലോ. അതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം. എങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുവാണ്. ഇതേ സമയത്ത് തിരുമേനി പറഞ്ഞു ഇനി മോതിര കൈമാറ്റം നടത്താന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശന്റെ കയ്യിലേക്ക് മോതിരം എടുത്തു കൊടുത്തു. മുത്തശ്ശൻ അവന്തികയ്ക്കും അനിക്കൊക്കെ മോതിരം കൈമാറുവാണ്. അങ്ങനെ ഒടുവിൽ അവന്തിക ഇങ്ങനെ അനിയുടെ വിരലിലേക്ക് മോതിരം ഇടാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് നിർത്താനും പറഞ്ഞുകൊണ്ട് വേണു അങ്ങോട്ടേക്ക് കയറി വരുന്നേ. ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ജയൻ ചോദിച്ചു നിനക്കെന്താടാ എവിടെ കാര്യം എന്ന് ചോദിച്ചു. ആ സമയത്ത് മൂർത്തിമുത്തശ്ശൻ ചോദിച്ചു നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നേ, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടേക്ക് കയറി വരില്ലെന്ന്. അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ സാറേ? ദേ എന്റെ മോളുടെ കഴുത്തേല് കിടക്കുന്ന താലി കണ്ടോ, ഇത് അനി കെട്ടിയതാ. അവളുടെ കയ്യെ കിടക്കുന്ന മോതിരം കണ്ടോ, അതാ അനി മാറിയ മോതിരവാ. അതൊക്കെ അവിടെ കിടക്കുന്ന സമയത്ത് അവളുമായിട്ട് ഡിവോഴ്സ് ആവാതെയാണോ വേറൊരു പെൺകുട്ടിയുടെ കയ്യിൽ മോതിരം മാറ്റം നടത്തുന്നേ? ഇതൊക്കെ എവിടുത്തെ നിയമമാ സാറേ? സാറിന് നിയമവും കാര്യങ്ങളൊക്കെ അറിയത്തില്ലെന്ന് ചോദിച്ചു. ഇവിടെ നിയമം പഠിപ്പിക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോവാൻ നോക്ക്. അങ്ങനെ പോകാൻ വന്നല്ല സാറേ. അതെ എന്റെ മോൾക്ക് നീതി കിട്ടണം. എന്റെ മോളുമായിട്ടുള്ള ഡിവോഴ്സ് കഴിയാതെ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജയൊക്കെ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം ദേവേനി പറഞ്ഞു ദേ രേവതി വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ വേണുവിനെ വിളിച്ചോണ്ട് പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും വേണു പറഞ്ഞു മൂർത്തി സാറേ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ എന്റെ മോളുമായിട്ടുള്ള ഡിവോഴ്സ് കഴിയാതെ ഇവന്റെ നിശ്ചയം അങ്ങ് നടത്തേണ്ട കാര്യമൊന്നുമില്ല. എന്തായിരുന്നു ഇടപെടിന്ന് ഇത്ര നിശ്ചയം നടത്താനായിട്ട്? ആൾക്കാരെയൊക്കെ വിളിക്കാതെ രഹസ്യമായിട്ട് നടത്തുമായിരുന്നല്ലേ? അത് പറഞ്ഞു തീരുമ്പത്തേനും വേണുവിന്റെ കവളിട്ട് ഒരൊറ്റ അടിയായിരുന്നു. മൂർത്തി മുത്തശ്ശൻ ഇറങ്ങി പോടാന്നും പറഞ്ഞോണ്ട്. അപ്പോഴേക്കും വേണു പറഞ്ഞു ഈ അടി കൊണ്ടൊന്നും ഞാൻ പോകുന്ന സാറ് കരുതൊന്നും വേണ്ട. ഒരു നിമിഷം അനാമിക അവരൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തല്ലു കൊള്ളൂ എന്നുള്ള കാര്യം ഉറപ്പായിരുന്നല്ലോ. അപ്പോഴേക്കും രേവതി പറഞ്ഞു മൂർത്തി സാറേ ഇങ്ങനെ തല്ലിയതുകൊണ്ട് ഞങ്ങൾ പോകും തോന്നുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ പോകാൻ വന്നൊന്നും അല്ല. അപ്പോഴേക്കും അജയൻ പറഞ്ഞു ദേ മര്യാദയ്ക്ക് വേണുവിനെ വിളിച്ചോണ്ട് നിങ്ങൾ പോകാൻ നോക്ക്, വെറുതെ തല്ലുകൊണ്ടല്ലേ ഇവനിവിടെ കിടന്ന് ചാവാതെ എന്ന് പറഞ്ഞു. അത് കേട്ടതും അനാമിക പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണു പറഞ്ഞു അതെ ഞങ്ങൾക്ക് നീതി കിട്ടണം, നീതി കിട്ടാതെ പോവില്ല എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു പിന്നെ നീതി കിട്ടാനായിട്ട് ഇത് ഇവിടെ നീതി വെച്ചോണ്ടിരിക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ അത് നിന്റെയൊക്കെ കഴുത്തിന് പിടിച്ചിറക്കണോന്ന് ചോദിച്ചു. അപ്പോഴേക്കാണ് ഒരു പോലീസ് ജീപ്പ് ഓണടിച്ചു വന്ന് നിൽക്കുന്നേ. അതിനകത്തുനിന്ന് നന്ദു ബാക്കി കുറച്ച് പോലീസുകാരും കൂടെ ഇറങ്ങുവാണ്. അനിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായി. അവന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന്തിക്ക് ഒരു ഞെട്ടലോടുകൂടി അനിയെ നോക്കണം. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.